നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നാളെ ഫെബ്രുവരി 1, 2026 യൂണിയൻ ബഡ്ജറ്റ് ദിവസമാണ്. വളരെ അപൂർവമായിട്ട് സൺഡേ ബഡ്ജറ്റ് അവതരിപ്പിക്കുകയും അന്ന് ഷെയർ മാർക്കറ്റ് ഓപ്പൺ ആക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട് നാളെ. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നാളത്തെ ട്രേഡിംഗ് ഡേ എന്ന് പറയുന്നത് ഒരു സാധാരണ ട്രേഡിംഗ് ഡേ അല്ല. എന്താ കാരണം? സാധാരണ ട്രേഡിംഗ് ഡേ എന്ന് പറയുന്നത് സപ്പോർട്ട്, റെസിസ്റ്റൻസ് അഥവാ ടെക്നിക്കൽ ന്യൂസുകൾ, പ്രൈസ് ആക്ഷൻസ് എല്ലാം കൂടിച്ചേർന്നതാണ്. നാളെ, അതായത് ഇവന്റ്ഫുൾ ആയിട്ടുള്ള ഒരു ദിവസം, പ്രത്യേകിച്ച് ഒരു ബഡ്ജറ്റ് ഡേയിൽ പ്രൈസ് ആക്ഷൻ, ടെക്നിക്കൽ എന്നീ കാര്യങ്ങൾക്ക് വലിയ പ്രസക്തി ഇല്ലാത്ത ഒരു ദിവസമായിരിക്കും. എന്ന് വെച്ചാൽ ആളുകളുടെ സൈക്കോളജിയും ഒരു ന്യൂസ് വരുന്നു, ആ ന്യൂസിനോട് ആളുകളുടെ സൈക്കോളജി എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതായിരിക്കും നാളത്തെ മാർക്കറ്റിനെ ഡ്രൈവ് ചെയ്യുന്നത്. നമുക്കറിയാം, 9:15 മുതൽ 11 മണി വരെയുള്ള സമയം ചില ഗസ് വർക്കിന്റെ അടിസ്ഥാനത്തിലാണ് നാളത്തെ മാർക്കറ്റ് മൂവ് ചെയ്യുക. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, നാളെ പ്രൈസ് ആക്ഷനും ടെക്നിക്കൽ സൈഡിനും ഒന്നും വലിയ പ്രസക്തിയില്ല. നാളെ 9:15 മുതൽ 11 മണി വരെയുള്ള സമയം ബഡ്ജറ്റിൽ ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന അനുമാനങ്ങളുടെ വെളിച്ചത്തിൽ ഓരോരുത്തരും ചെയ്യുന്ന ആക്ടിവിറ്റികളാണ്. എന്ന് വെച്ചാൽ വെളി ഗസ് വർക്കായിരിക്കും. 11 മണി മുതൽ ഏകദേശം 12:15 വരെയുള്ള സമയം യൂണിയൻ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയമാണ്. യൂണിയൻ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് മാർക്കറ്റ് ഹൈലി വോളട്ടൈൽ ആയിരിക്കും. നോർമലി ഒരു ബുള്ളിഷ് കാൻഡിലും ബെയറിഷ് കാൻഡിലും ഒക്കെ മാറി രൂപപ്പെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം എന്താണ്? ധനമന്ത്രി പ്രഖ്യാപിക്കുന്ന പോസിറ്റീവായ ഒരു നോട്ടിന് ഉടനെ ഒരു ബുള്ളിഷ് കാൻഡിലും, ഏതെങ്കിലും നെഗറ്റീവായ ഒരു നോട്ട് വന്നാൽ ഉടനെ ഒരു ബെയറിഷ് കാൻഡിലും സ്വാഭാവികമായിട്ടും വന്നുകൊണ്ടേയിരിക്കും. ഇതിന്റെ പ്രത്യേകത, ഈ സമയത്ത് കറക്റ്റ് ടൈമിൽ കറക്റ്റ് ഡയറക്ഷനിൽ കയറാൻ സാധിച്ചില്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ പ്രീമിയത്തിൽ ഡീക്കെ സംഭവിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. നോക്കൂ, നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഹൈലി വോളട്ടൈൽ ആണെന്ന് ഞാൻ പറഞ്ഞു. ഈ ഹൈലി വോളട്ടൈൽ ആയ സമയത്ത് എന്റെ വ്യൂ ബുള്ളിഷ് ആണെന്ന് വിചാരിക്കൂ. ബുള്ളിഷ് ആയ സമയത്ത് ഞാനൊരു ഓപ്ഷൻ ബയ്യർ ഞാനൊരു കോള് വാങ്ങുന്നു. കോള് വാങ്ങിയാൽ എനിക്ക് ലാഭം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. കാരണം ഇന്ത്യ വിക്സ് എന്ന് പറയുന്ന ആ ഒരു എലമെന്റ് വളരെ പീക്കിൽ നിൽക്കുകയും എപ്പോഴെങ്കിലും മാർക്കറ്റിൽ ആ ന്യൂസ് വന്നതിന് ശേഷം IB ക്രാഷ്, അതായത് ഇന്ത്യ വിക്സിന്റെ ക്രാഷ് സംഭവിക്കുകയും ചെയ്താൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഡയറക്ഷൻ കറക്റ്റ് ആണെങ്കിലും പ്രീമിയത്തിൽ ഡീക്കെ സംഭവിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. നേരെ തിരിച്ചും. ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, വളരെ ശ്രദ്ധയോടെ കളിക്കേണ്ട ഒരു ദിവസമാണ് നാളെ. അപ്പൊ നാളെ 9:15 മുതൽ ഉച്ച വരെയുള്ള സമയം പുതിയ ട്രേഡേഴ്സിന്, തുടക്കക്കാർക്ക് ഇറങ്ങാൻ പറ്റിയ സമയമേയല്ല. വളരെ എക്സ്പീരിയൻസ്ഡ് ആയ ആളുകളൊക്കെ ഇറങ്ങുന്നുണ്ടാവും, കളിക്കുന്നുണ്ടാവും, വിജയങ്ങൾ ഉണ്ടാകുന്നുണ്ടാവും. അത് അവരുടെ കപ്പ് ഓഫ് ടീ ആണ്, അത് നിങ്ങളുടേതല്ല എന്ന് തിരിച്ചറിയുക. പക്ഷെ പകരം മാർക്കറ്റിൽ ഇരിക്കാം, വാച്ച് ചെയ്യാം, എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം. 1 മണിക്ക് ശേഷം മാത്രമേ പുതിയ ട്രേഡേഴ്സ് എന്തെങ്കിലുമൊക്കെ ട്രേഡിങ്ങിലേക്ക് ഇറങ്ങാവൂ എന്നുള്ളതാണ്. അപ്പൊ ഏകദേശം മാർക്കറ്റ് അതിന്റെ ആ സെന്റിമെന്റ്സ് ഒക്കെ ഒന്ന് കൂൾ ഓഫ് ആയിട്ടുണ്ടാവും. പിന്നീട് ഒരുപക്ഷെ പ്രൈസ് ആക്ഷനും സപ്പോർട്ട് റെസിസ്റ്റൻസും ഒക്കെ മാർക്കറ്റിൽ റിഫ്ലക്ട് ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആകെ തുക ഇതാണ്. നാളത്തോടെ മാർക്കറ്റ് തീരില്ല, മാർക്കറ്റ് അവിടെ തന്നെ ഉണ്ടാവും. ക്യാപിറ്റൽ നാളെ തന്നെ നശിപ്പിച്ചിട്ട് ക്യാപിറ്റൽ ഇല്ലാതെ അടുത്ത ദിവസങ്ങളിൽ വിഷമിക്കുന്നതിനേക്കാൾ നല്ലത് നാളെ കളി ഗാലറിയിൽ ഇരുന്ന് കാണുന്നതാണ് തുടക്കക്കാർക്ക് നല്ലത് എന്നുള്ള വ്യക്തിപരമായ അഭിപ്രായമാണ് എനിക്കുള്ളത്. പൊതുവെ പറയാറുണ്ടല്ലോ, ട്രേഡ് ചെയ്യാതിരിക്കുന്നത് പോലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നാളെ ഒരുപക്ഷെ ഒരു പരിധിവരെ ഡിസിപ്ലിൻ പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ ഒരു ദിവസമാണ്. മാർക്കറ്റ് കാണുന്നു, വാച്ച് ചെയ്യുന്നു, പക്ഷെ നമ്മൾ ട്രേഡിലേക്ക് ഇറങ്ങുന്നില്ല. അപ്പോൾ നാളെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്ന നല്ലൊരു ദിവസമായി മാറട്ടെ എന്നാണ് എൻ്റെ ആശംസ. ഇനി അഥവാ കളത്തിലിറങ്ങുന്നവരോട്, കളിക്കാൻ ഇറങ്ങുന്നവരോട്, ഓപ്ഷൻ ബയേഴ്സിനോട്, നിങ്ങൾക്ക് ശ്രദ്ധയോടെ കളിക്കുക, സ്റ്റോപ്പ് ലോസ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അവിടെ കോംപ്രമൈസ് വേണ്ട,
ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു, സ്റ്റോപ്പ് ലോസ് പോലും ഹണ്ട് ചെയ്യുന്നത് വളരെയധികം വേഗത്തിലായിരിക്കും നോർമലി ഇത്തരം ദിവസങ്ങളിൽ. അതുകൊണ്ട് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവാനുള്ള സാധ്യതകൾ നാളെ വളരെ വളരെ കൂടുതലായിരിക്കും. അഥവാ നമ്മുടെ ഡയറക്ഷനും നമ്മൾ എൻ്റർ ചെയ്യുന്ന ടൈമിങ്ങും പെർഫെക്റ്റ് ആണെങ്കിൽ വലിയ ലാഭം ഉണ്ടാക്കാനുള്ള ഓപ്പർച്യൂണിറ്റിയും നാളെ മാർക്കറ്റ് തരും. അഥവാ നിങ്ങൾ മാർക്കറ്റിൽ ഓപ്ഷൻ ബൈങ്ങിൽ കളിക്കാൻ ഇറങ്ങുന്ന ഒരാളാണെങ്കിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു വെരി മച്ച്.